ഹായ് കൂട്ടുകാരി, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രമാണെങ്കിൽ വേദയുടെ വീട്ടിലാണ് കേട്ടോ. അങ്ങനെ ആ പൂജാകർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ കഴിയാണ് കേട്ടോ. അങ്ങനെ ദിവസവും ഇങ്ങനെ പൂജകൾ ഉള്ളത് കൊണ്ട് തന്നെ അവരവിടെ തങ്ങുകയാണ് കേട്ടോ. അപ്പം വിക്രമയുടെ ധൈര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ അച്ഛമ്മയും തങ്ങുന്നുണ്ടല്ലോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നതാണെങ്കിൽ വിക്രമിൻ്റെ മുൻപിൽ വേദ മനസ്സ് തുറക്കുകയാണ്. അങ്ങനെ വേദയാണെങ്കിൽ വിക്രമിനോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ കേട്ടോ. വിക്രം പിടിവിടാതെ സംസാരിക്കുകയാണെങ്കിലും ഇരുവരും മനസ്സ് തുറന്ന് സംസാരിക്കാനും കേട്ടോ. എങ്കിലും വിക്രമിൻ്റെ പഴയ കാലങ്ങളൊന്നും വിക്രം വേദയ്ക്ക് മുൻപിൽ തുറന്ന് കാണിക്കുന്നില്ല. പക്ഷെ അതറിയാൻ വേദയ്ക്ക് നല്ല ആഗ്രഹമുണ്ട്. വേദ അങ്ങനെ പല രീതിയിലൊക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ടെങ്കിലും വിക്രം തെളിച്ചൊന്നും തന്നെ പറയുന്നില്ല കേട്ടോ. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ വേദയാണെങ്കിൽ വിക്രമിൻ്റെ അച്ഛനെക്കുറിച്ചൊക്കെ പറയുകയാണ്. അച്ഛന് വിക്രമിനോടുള്ള സ്നേഹം വിക്രമിന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, വിക്രം ഇങ്ങനെ വഴിപിഴച്ച് പോയത് കൊണ്ടാണ് അച്ഛൻ്റെ മനസ്സിലെ ആ ഒരു സങ്കടവും ഒരു വിഷമവും ഒക്കെ വെറുപ്പായി മാറിയതാണ്. അല്ലാതെ ഒരിക്കലും തന്നോട് വെറുപ്പില്ല എന്നൊക്കെ ഇങ്ങനെ വേദ പറഞ്ഞു കൊടുക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട്, അതൊക്കെ എനിക്കറിയാം, എനിക്ക് മനസ്സിലാകും, എൻ്റെ സാഹചര്യങ്ങളാണ് എന്നെ ഈ നിലയിലെത്തിച്ചത് എന്നൊക്കെ പറയാൻ കേട്ടോ. എന്ത് സാഹചര്യങ്ങൾ? ഒരു രാഷ്ട്രീയത്തിൽ ഇറങ്ങി ജനങ്ങൾക്ക് സേവ ചെയ്യുകയല്ലല്ലോ ചെയ്യുന്നത്. ആ ശ്രീകാര്യം ശ്രീനിവാസിന് വേണ്ടിയിട്ട് ഗുണ്ട കളിച്ച് നടക്കുകയല്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് വിക്രം പറയുന്നുണ്ട്, ഞാൻ എന്ത് കാണിച്ചാലും അതിലൊരു നന്മ കണ്ടെത്തുന്നവനാണ്. ഒരിക്കലും ഞാൻ ആരോടും നെറുകേട് കാണിച്ചിട്ടില്ല. ആർക്കെങ്കിലും ഞാൻ എന്തെങ്കിലും ഉപദ്രവങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർ അർഹിക്കുന്നത് തന്നെയാണ്. അല്ലാതെ ഒരിക്കലും ഞാനൊരു പാവപ്പെട്ടവനെയോ അല്ലെങ്കിൽ ഒരു ഗതിയും പരഗതി ഇല്ലാത്തവനെ തല്ലാനോ അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാനോ ഒന്നും ഞാൻ പോയിട്ടില്ല. അഹങ്കാരം കാണിക്കുന്നവന് തക്കതായ ശിക്ഷ കൊടുത്തു, അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഈ നിലയിലേക്ക് എത്തിയതിൽ പല കാരണങ്ങളും ഉണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ. എന്ത് കാരണങ്ങളാണെങ്കിലും അത് തൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട്, തൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട്, തൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി മാറ്റേണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. ഈ സമയത്ത് വിക്രം ഒന്നും ഞാൻ പറയാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ. അങ്ങനെ വിക്രമിൻ്റെ നാവ് തന്നെ ഇടറിപ്പോവുകയാണ്. അങ്ങനെ വേദയ്ക്ക് മുൻപിൽ അങ്ങനെ പിന്നീട് കാണിക്കുന്നത്, എന്ത് ശാന്തമായ സ്വരൂപന ഇവിടെ ഇരിക്കണേ നോക്കി, കട്ടിൽമേൽ ഇരിക്കണേ നോക്കി എന്നൊക്കെ പറഞ്ഞ് വേദ കളിയാക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇയാളുടെ വീട്ടിലായിരുന്നെങ്കിൽ ഇയാളിപ്പോൾ എന്നെ കടിച്ച് കീറാൻ വന്നേനല്ലോ, ഇപ്പോൾ എന്താ ഒന്നും പറയാനില്ലേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. ഈ സമയത്ത് വിക്രം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മാന്യത പുലർത്തുന്നു, അത്രേ ഉള്ളൂ. ഇവിടെ വന്നിട്ട് നിന്നെ നാണം കെടുത്തണ്ടല്ലോ എന്നോർത്തിട്ടാണ് ഞാൻ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നത്. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ സ്വരൂപം എടുത്തോളാം എന്നൊക്കെ വിക്രം പറയാം കേട്ടോ. അങ്ങനെ ഇവർക്കിടയിൽ നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ളതും അങ്ങനെ സ്നേഹം കലർത്തിയ സംസാരങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. അങ്ങനെ നേരം പുലരുകയാണ് കേട്ടോ. ഈ സമയത്തായിരിക്കും നമ്മുടെ വർഷയും അതുപോലെ തന്നെ ശ്രീകാന്തും കൂടെ റൂമിൽ വലിയ ഒച്ചത്തിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യാൻ കേട്ടോ. എന്താ കാര്യം, എന്താ ഇവിടെ സംഭവിക്കണേ, എന്താ പറ്റിയ എന്നൊക്കെ ചോദിച്ചിട്ട് അമ്മയാണെങ്കിൽ വർഷ റൂമിലേക്ക് കയറി വരികയാണ് കേട്ടോ. അപ്പോൾ വർഷ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് പറയാണ്, ഇന്നലെ അമ്മ തന്ന സ്വർണ്ണമല്ലേ വേദയ്ക്ക് കൊടുക്കാൻ തന്ന സ്വർണം വേദ കൊണ്ടുപോയില്ലായിരുന്നല്ലോ. ആ സ്വർണം അമ്മ തിരികെ എന്നെയല്ലേ ഏൽപ്പിച്ചത്. ഞാൻ ആ സ്വർണം ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ വെയിറ്റ് എടുത്തു നോക്കിയപ്പോൾ എന്തോ അതിനകത്തൊരു കുറവ് പോലെ തോന്നി. അങ്ങനെ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അതിൽ 4 വളകൾ കാണാനില്ലെന്നോ? നീ എന്തൊക്കെയായി പറയുന്നത്? അവിടെ എവിടെയെങ്കിലും കാണും, അല്ലാതെ അത് എവിടെ പോകാനാ? ഈ ഒറ്റൊരു സുപ്രഭാതത്തിൽ ആ വളകൾ ഇവിടെ പോകാനാ എന്ന് പറയാനുണ്ടോ. ഈ സമയത്ത് നീ തന്നെ എവിടെയെങ്കിലും മാറ്റി വെച്ചതായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ വർഷ പറയുന്നുണ്ട്, ഞാൻ എവിടേക്ക് മാറ്റാനാ? അത് ഒരുമിച്ച് അമ്മ തന്നതല്ലേ, അതിൽ നിന്ന് എങ്ങനെ മാറ്റാനാ? അപ്പോൾ ഇനി വല്ല കള്ളന്മാരും എടുത്തുകൊണ്ട് പോയോ എന്നൊക്കെ അച്ഛമ്മ ചോദിക്കുമ്പോഴത്തേനും, കള്ളന്മാരോ? ഇവിടെ വന്ന് ഏത് കള്ളന്മാരെടുക്കുന്നത്? അതുമല്ല, കള്ളന്മാരെടുത്തുകൊണ്ട് പോകുകയാണെങ്കിൽ ഇത്രയും സ്വർണ്ണം ഇരിക്കുമ്പോൾ ഇത് മൊത്തത്തോടെല്ലാം എടുത്തുകൊണ്ട് പോകുള്ളൂ, അല്ലാതെ 4 വളം മാത്രമായിട്ട് എടുത്തുകൊണ്ട് പോകുന്ന ദാരിദ്ര്യം പിടിച്ച കള്ളനൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ഈ സമയത്ത് അച്ഛമ്മയും വേദയും അതുപോലെ തന്നെ വിക്രമും എല്ലാവരും അവിടെ ഉണ്ടായിരിക്കും കേട്ടോ. ഈ സമയത്തായിരിക്കും നമ്മുടെ വേദയുടെ അച്ഛൻ പറയുന്നത്, മോള് നന്നായിട്ട് നോക്ക്, അവിടെ എവിടെയെങ്കിലും കാണും, അല്ലാതെ ഈ 4 വളകളായിട്ട് ആരും കൊണ്ടുപോകില്ല. ഈ വീട്ടിൽ നിന്ന് ഈ 4 വളകൾക്ക് ആവശ്യം ആർക്കും തന്നെ ഇല്ല എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അങ്ങനെ പറയില്ല അച്ഛാ, 2 ദിവസമായിട്ട് ഇവിടെ ഓരോരുത്തർ വന്നു പോകുന്നുണ്ടല്ലോ, അപ്പോൾ ആർക്കാ അത്യാവശ്യം ഇല്ലാത്തത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ഈ വീട്ടിലുള്ളവരായാലും പുറത്തുള്ളവരായാലും എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് വിക്രമിനെ നോക്കി കൊള്ളിച്ച് തന്നെ പറയാണ്. അതെല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ വിക്രം ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നോക്കുമ്പോൾ വേദ ഇങ്ങനെ കണ്ണ് കാണിക്കാൻ കേട്ടോ. എന്നിട്ട് വേദ പറയുന്നുണ്ട്, ഏട്ടൻ എന്താ പറയുന്നത്? വീട്ടിൽ വന്നു പോയെന്ന് പറഞ്ഞാൽ വിക്രമിൻ്റെ വീട്ടുകാരോ? എൻ്റെ വീട്ടുകാരെയാണ് ഏട്ടൻ പറയുന്നത്. അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ അമ്മ ഇന്നാ ഈ സ്വർണം എന്ന് പറഞ്ഞിട്ട് വെച്ച് നീട്ടിയപ്പോൾ ഞങ്ങൾക്കത് വാങ്ങിക്കായിരുന്നു. പക്ഷെ ഞങ്ങളെല്ലാവരും ഒരേ സ്വരത്തിൽ അത് വേണ്ടാന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് അത്യാഗ്രഹമായിരുന്നെങ്കിൽ അത് എടുത്തുകൊണ്ട് പോകത്തേ ഉള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് വർഷ പറയുന്നുണ്ട്, അതൊക്കെ ഓരോരുത്തരുടെ ട്രിക്കല്ലേ, വേണ്ടാന്ന് പറയുമ്പോൾ എല്ലാവരുടെ മുമ്പിൽ നല്ല പിള്ളയാകും, എന്നിട്ട് ആവശ്യമുള്ളത് അടിച്ചു മാറ്റിയാൽ മതിയല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് വിക്രമിന് ദേഷ്യം വരികയാണേ.
അപ്പോൾ നമ്മുടെ വേദയുടെ അച്ഛൻ പറയണ അതെ വേദ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. വേദയുടെ അച്ഛൻ ഇവിടെ വന്ന് സംസാരിച്ചല്ലേ, ആ മാഷ് പറഞ്ഞല്ലേ ഈ സ്വർണ്ണങ്ങൾ ആർക്കും വേണ്ടാന്ന്, അതുകൊണ്ടായി അവരാരും എടുത്തു നിന്നും അവരുടെ മുൻപിൽ അവരുടെ പേരിൽ ആക്ഷേപിക്കുകയൊന്നും ചെയ്യേണ്ട വർഷം. ഈ സ്വർണം അവിടെ എവിടെയെങ്കിലും കാണും, നീ നന്നായിട്ടൊന്ന് തരാം എന്ന് പറയുമ്പോൾ വർഷ പറഞ്ഞത് ഞാൻ നന്നായിട്ട് തന്നെ തിരഞ്ഞത് അച്ഛാ, അവിടെ ഒന്നും ഇല്ല. ഇനിയിപ്പോൾ ഇവളുടെ ഏട്ടത്തി വല്ലതും എടുത്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയാനിട്ടോ. ആ സമയത്ത് അവിടേക്ക് കമലാമ്മയും മാഷും എല്ലാവരും വന്നിട്ടുണ്ടായിരിക്കുവേ. ഇങ്ങനെ ശ്രീജ എടുത്തെന്ന് തന്നെ വരുത്തി തീർക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ അച്ഛമ്മ പറയാണ് ശ്രീജ എടുത്തു എന്ന് പറയുന്നതിൽ എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത്, എന്ത് തെളിവാണ് വേണ്ടത്? ശ്രീജയുടെ ഹസ്ബൻഡിനല്ലേ ഒരു ജോലിയും കൂലിയും ഒന്നുമില്ലാത്തത്. നന്ദിനി ഏട്ടത്തി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. നന്ദിനി ഏട്ടത്തിൻ്റെ ഭർത്താവിന് നന്ദിനി ഏട്ടത്തിക്കും ആവശ്യത്തിന് എല്ലാം സ്വരൂപിച്ച് അവർ വെച്ചിട്ടുണ്ടല്ലോ, പിന്നെ ഇല്ലാത്തത് ശ്രീജ ഏട്ടത്തിയല്ലേ. അപ്പോൾ ശ്രീജ ഏട്ടത്തിയെ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ, അതുകൊണ്ട് ശ്രീജ ഏട്ടത്തിനെ ഒന്ന് കുടഞ്ഞ ആ 4 വളകൾ കിട്ടുമെന്ന് പറയാൻ കേട്ടോ. ആ മാഷിൻ്റെ കുടുംബമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മാഷ് കേട്ടോന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല എന്നിങ്ങനെ ശ്രീകാന്ത് പറയുമ്പോൾ ഉടനെ തന്നെ നമ്മുടെ വിക്രമിന് ദേഷ്യം വരികയാണെ. വിക്രം കഴുത്തിന് കുത്തിപ്പിടിച്ച് ഇങ്ങനെ നിർത്തുകയാണ് കേട്ടോ നമ്മുടെ ശ്രീകാന്തിനെ. അപ്പോൾ അയ്യോ വേണ്ട വീഡിയോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പിടിച്ചു മാറ്റുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വിക്രമാണെങ്കിൽ സഖി കെട്ടിട്ട് അച്ഛമ്മയോട് പറയണം, അച്ഛമ്മ കാരണം ഇതെല്ലാം ഉണ്ടായത്, അച്ഛമ്മയായിരുന്നു പൂജയും കുറേ വഴിപാടും ഒക്കെ. ഇപ്പോൾ അച്ഛമ്മയ്ക്ക് സമാധാനമായില്ലേ? എൻ്റെ വീട്ടുകാരെ എല്ലാവരും കൂടെ കള്ളന്മാരാക്കിയപ്പോൾ അച്ഛമ്മയ്ക്ക് സമാധാനമായില്ലേ? ഞങ്ങളെ ഇച്ചിരി കാശില്ലെന്നേ ഉള്ളൂ, അഭിമാനത്തിന് ഞങ്ങൾക്ക് ഒരു കുറവില്ല, അങ്ങനെ ഞങ്ങളുടെ അച്ഛൻ വളർത്തിയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ വിക്രം കുറേ വീരവാദമൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ വേദയാണെങ്കിലും ഓരോന്ന് പറഞ്ഞ് നമ്മുടെ വിക്രമിൻ്റെ സൈഡ് സപ്പോർട്ടൊക്കെ പിടിക്കുന്നുണ്ട്. അങ്ങനെ വിക്രമാണെങ്കിൽ ദേഷ്യപ്പെട്ട് അവിടെ നിന്നും ഇറങ്ങി പോകുകയാണ് കേട്ടോ. ഇതേ സമയത്തായിരിക്കും നമ്മുടെ അച്ഛമ്മ ട്വിസ്റ്റുമായിട്ട് എത്തുന്നത്. അച്ഛമ്മയാണെങ്കിൽ തെളിവ് സഹിതം കാണിച്ചു കൊടുക്കാൻ കേട്ടോ. അച്ഛമ്മ പറയണം ആ 4 വളകളെ അവിടെ ഇരിപ്പുണ്ട്, എവിടെ? അവിടെ ഇരിപ്പുണ്ടെന്നേ, എവിടെയെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേന് ആ ചെടിച്ചട്ടിയുടെ പുറകിലായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ആ വള എങ്ങനെ അവിടെ ചെന്നു? അപ്പോൾ അച്ഛമ്മയാണോ എടുത്തു വെച്ചെന്ന് വർഷം ചോദിക്കുമ്പോഴത്തേനും പറയുന്നുണ്ട് എനിക്കതിൻ്റെ ഗതികേടൊന്നുമില്ല, എൻ്റെ തറവാട്ടിലേക്ക് വന്ന് നോക്ക്, നിന്നെയൊക്കെ ഇട്ടുമുടാനുള്ള സ്വത്തും സമ്പാദ്യം ഞാൻ അവിടെ ചേർത്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് നിൻ്റെയൊക്കെ 4 വളയുടെ ഒരു കാര്യമില്ല. ഈ 4 വളയെ നീയും നന്ദിനിയും കൂടെ ചേർന്ന് ശ്രീജയുടെ ബാഗിൽ വെച്ചില്ലായിരുന്നോ ആ വളകൾ ഞാൻ അവിടെ നിന്ന് അങ്ങ് അടിച്ചു മാറ്റി. എന്തൊക്കെ ഈ അച്ഛമ്മ പറയുന്നത്? അച്ഛമ്മയുടെ വീട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങളെ കുറ്റക്കാരാക്കല്ലോ കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാൻ വർഷ. ആ സമയത്ത് അച്ഛമ്മയാണെങ്കിൽ എനിക്ക് വ്ലോഗ് ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ, എന്ത് കാര്യവും ഞാൻ വീഡിയോ പിടിക്കും, അതെൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നു, അങ്ങനെ ഞാൻ വീഡിയോ പിടിച്ച തെളിവ് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ അങ്ങ് കാണിച്ചു കൊടുക്കാൻ കേട്ടോ. നമ്മുടെ നന്ദിനി ആണെങ്കിൽ വർഷയുടെ കയ്യിൽ നിന്ന് വളയുമായിട്ട് പോകുന്നതൊക്കെ ഇങ്ങനെ കാണിക്കാൻ കേട്ടോ. അങ്ങനെ ശ്രീജയുടെ ബാഗിൽ വെക്കണതും ഒക്കെ നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ എല്ലാവരും അമ്പരന്ന് നിൽക്കാൻ കേട്ടോ. അങ്ങനെ അച്ഛമ്മ വീഡിയോ ഓഫാക്കിയതിന് ശേഷം നന്ദിനിയുടെ ചെവിക്കൽ തീർത്തൊന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്ദിനിയോട് പറയുന്നുണ്ട് സ്വന്തം കുടുംബത്തെ സ്വന്തം വീട്ടുകാരെ നാറ്റിക്കാൻ നിന്നെ കഴിഞ്ഞിട്ടുള്ള ആൾ, നീ എന്തിനാണ് ഇങ്ങനെ എച്ചിത്തരം കാണിക്കുന്നത്? ഇനി മേലെ ഇതുപോലത്തെ ആവർത്തിച്ച നീ നിൻ്റെ വീട്ടിൽ നിൽക്കത്തേ ഉള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ കമലാമ്മയും നമ്മുടെ നന്ദിനിക്ക് കണക്കിന് കൊടുക്കുകയാണ്. വേദയാണെങ്കിലും പറയുന്നുണ്ട് കേട്ടോ. വേദ എന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, ഏട്ടൻ പറഞ്ഞ ബുദ്ധിയല്ലേ വർഷേച്ചിക്കുള്ളൂ, വർഷേച്ചി അങ്ങനെ ഓരോന്ന് കാണിക്കും, അതൊത്ത് തുള്ളാൻ വേണ്ടി നന്ദിനി ഏട്ടത്തിൽ എന്തായാലും ഞങ്ങളുടെ അഭിമാനത്തിനാണ് ക്ഷതയേറ്റത്, അതുകൊണ്ട് ഈ പൂജ ഇവിടെ അവസാനിപ്പിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വേദയും കുടുംബവും അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ വേദയുടെ അമ്മയും അച്ഛനും ഒക്കെ വേദേനെ ആശ്വസിപ്പിക്കാനും അവിടെ ഉള്ളവരെ സ്വാതന്ത്ര്യപ്പെടുത്താനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും വേദ സമ്മതിക്കുന്നില്ല കേട്ടോ. അങ്ങനെ അവരുടെ അഭിമാനത്തിന് തന്നെ ക്ഷതയേറ്റത് കൊണ്ട് അവരവിടെ നിന്നും ഇറങ്ങിപ്പോവുകയാണ് കേട്ടോ. അങ്ങനെ നന്ദിനിക്കാണെങ്കിൽ പിന്നെ വീട്ടിലെത്തുമ്പോൾ സുഖമായിരിക്കുക, എല്ലാവരും കൂടി ചേർന്ന് നന്ദിനിയെ പുഴുങ്ങിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് ശ്രീജയാണെങ്കിൽ അവിടേക്ക് ചെന്നിട്ടുണ്ടായിരിക്കില്ല കേട്ടോ. അങ്ങനെ ശ്രീജ വിഷ്ണുവിനോട് പരാതിയും പരിഭവമൊക്കെ പറഞ്ഞിട്ടിരിക്കുകയായിരിക്കും. വിഷ്ണു ചോദിക്കുന്നുണ്ട് സാരയില്ലാടി നീ എടുത്തു എന്നൊക്കെ പറഞ്ഞ് നിന്നെ കളിയാക്കിയല്ലേ, കുഴപ്പമില്ല, വേദ നിനക്കെതിരെ സംസാരിച്ചു എന്ന് ചോദിക്കുമ്പോഴത്തേനും എനിക്ക് അനുകൂലമായിട്ടാണ് സംസാരിച്ചത്, വേദയുടെ ഏട്ടനായിട്ട് അതും പറഞ്ഞ് വഴക്കൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ വിഷം പറഞ്ഞിട്ട് പിന്നെ എന്തുകൊണ്ട് നീ ഭയക്കണം, എല്ലാവരും നിന്നെ കുറ്റപ്പെടുത്തുകയല്ലോ ചെയ്തത്, അത് നിന്നെ സപ്പോർട്ട് പിടിക്കുകയല്ലേ ചെയ്തത്, നീ ഇനി അവിടേക്ക് പോകണ്ട, വേദയുടെ വീട്ടുകാരെ നമുക്കറിയാമല്ലോ, വേദ ഇവിടേക്ക് വന്നതിൻ്റെ അമർഷവും ദേഷ്യവും അവർ തീർക്കുന്നത്, നീ വിഷമിക്കാതെ എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സമയത്തായിരിക്കും അമ്മയും എല്ലാവരും അവിടെ എത്തിയിട്ട് നമ്മുടെ നന്ദിനിയുടെ കള്ളക്കളികളെല്ലാം തുറന്ന് കാണിക്കുന്നത്. അങ്ങനെ ശ്രീജയ്ക്ക് ഒരുപാട് സങ്കടമാകാൻ കേട്ടോ. അങ്ങനെ ശ്രീജ വന്നിട്ട് നന്ദിനിയോട് പറയുന്നുണ്ട് എന്താ നന്ദിനി
നിന്നെ ഞാൻ എൻ്റെ കൂടപ്പിറപ്പ് പോലെയല്ല കണ്ടിട്ടുള്ളൂ. നീയാണെങ്കിൽ വേദേനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുമ്പോഴും ഒരിക്കലും നീ എൻ്റെ നേർക്ക് തിരിയെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. നമ്മളൊരു കുടുംബം പോലെ ഇവിടെ കഴിഞ്ഞവരല്ലേ. വേദയോടുള്ള ദേഷ്യം നീ എന്നോട് തീർക്കാൻ തുടങ്ങിയോ? എല്ലാവരുടെ മുൻപിൽ എന്നെ കള്ളിയാക്കിയില്ല, ഇത്രയ്ക്ക് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് നിറഞ്ഞ കണ്ണുകളോടെ പോകുകയാണ് കേട്ടോ. ഈ സമയത്ത് നന്ദിനിക്ക് ആ ഒരു അറിവുണ്ടായിരിക്കില്ല കേട്ടോ. ബാഗിൽ വെക്കാൻ പറയുമ്പോൾ വേദയുടെയാണെന്ന് കരുതിയാണ് കേട്ടോ നന്ദിനി അതിനെ സമ്മതിച്ചത്. പക്ഷേ ശ്രീജയുടെ ബാഗിൽ വെക്കാൻ നന്ദിനി ഒട്ടും എന്താണെന്ന് ചിന്തിച്ചതുപോലെയല്ല. ശ്രീജയോട് നന്ദിനിക്ക് നല്ല സ്നേഹമാണ്. പക്ഷേ വേദയെ തോൽപ്പിക്കാൻ വേണ്ടി വേദയ്ക്കെതിരായിട്ടായിരിക്കും അതൊക്കെ ചെയ്തത്. പക്ഷേ അത് ശ്രീജയുടെ കാര്യത്തിലേക്ക് എത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്തായാലും നന്ദിനി ആകെ കണ്ണുകൾ കലങ്ങി അങ്ങനെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് ആണ് ഒരു എപ്പിസോഡ് കഴിഞ്ഞത്. അപ്പോൾ ഇനി വരാനിരിക്കുന്നത് സൂപ്പർ എപ്പിസോഡുകളാണ് കേട്ടോ. അതായത് വേദയാണെങ്കിൽ വിക്രമിനെതിരെ സാക്ഷിയൊക്കെ പറയുന്ന ആ ഒരു എപ്പിസോഡാണ്. ഇനി ഇവിടെ മുതൽ വേദയും വിക്രമും പിരിയുന്നതൊക്കെ ആയിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും അടിപൊളി എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ അപ്കമിങ് ആയിട്ടുള്ള എപ്പിസോഡുകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, കാണാൻ മറക്കല്ലേ. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.